ഗീത, എവിടെ പോയേക്കായിരുന്നു നീ? ഒറ്റയ്ക്കാക്കിട്ട് പോയപ്പോ എന്നെ കുറിച്ചൊന്നും ആലോചിച്ച പോലും ഇല്ലല്ലോ നീ. അതോ എന്നെ ഒഴിവാക്കി പോകാതാണോ നിന്റെ ആഗ്രഹം? അതിനുവേണ്ടിയാണോ എന്നെ കൂട്ടിക്കൊണ്ടുവന്ന്? നിന്നെ കാണാതായപ്പോ ഞാൻ എത്രമാത്രം ടെൻഷൻ അടിച്ചെന്നറിയോ? അറ്റ്ലീസ്റ്റ് ഒരു വാക്കെങ്കിലും പറഞ്ഞിട്ട് പോയിക്കൂടായിരുന്നോ നിനക്ക്? പറയാൻ ഇത് പോയതിന്റെ പേരിലല്ലേ നീ ആദ്യമായിട്ട് എന്നോട് വഴക്കിട്ടത്? ഇത് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് തരാനായിട്ട് വാങ്ങാൻ പോയതാ. അന്വേഷിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ലേറ്റായി. സോറി സൂര്യ, ഞാൻ നിന്നെ ഒരുപാട് ഹേർട്ട് ചെയ്തു. നമ്മുടെ കല്യാണത്തിന്റെ കാര്യം രജിസ്റ്റർ ഓഫീസിൽ സംസാരിച്ചു. നാളെ രണ്ടുപേരോടും വരാൻ പറഞ്ഞിരിക്കുക. ആണോ? ശരി, പോ. ഇവളെ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. ഏയ്, എന്താണ് മൊത്തത്തിൽ ഒരു ചുറ്റിക്കളി നടക്കുന്നുണ്ടല്ലോ. എന്തൊക്കെയുണ്ട് വിശേഷം? പ്ലാൻ ചെയ്ത പോലെയൊക്കെ നടന്നോ? ഗുഡ് ഗുഡ്. ശരി, അതെ സർ, ജീപ്പിലേക്ക് കയറിക്കോ. സർ, എന്തിനും വന്നേ വന്നേ, അങ്ങോട്ട് കേറ് കേറ്. കേറ്, അങ്ങോട്ട് നീങ്ങിരിക്കും. രണ്ടും കൊണ്ട് ഇറങ്ങി ഇറങ്ങ. ആ, നടക്ക്. എടോ സർ, ഹോട്ടൽ ഗ്രീൻ പാർക്കിലേക്ക് പോയി ഫാമിലി പാക്ക് ഒരെണ്ണം വാങ്ങിച്ചിട്ട് വാ. ശരി സർ. ഓക്കെ സർ. അല്ല, ഈ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാതെ ഇവിടേക്ക് വന്നത് എന്തിനാ സാറേ? നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. നീ ആദ്യം അകത്തേക്ക് വാ. നീ ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുവന്നല്ലേ? അവളുടെ അച്ഛൻ നിന്റെ പേരില് 372 502 കേസുകളാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പൊ അവളെ നിന്റെ നിന്ന് കിട്ടിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാ അറ്റ്ലീസ്റ്റ് 15 വർഷമെങ്കിലും നീ ഉള്ളി കിടക്കും. ഇനിയിപ്പോ കോടതി നിന്നെ വെറുതെ വിട്ടാലും അവളുടെ അച്ഛൻ നിന്നെ വെറുതെ വിടില്ല. അതുകൊണ്ട് നീ ഒന്ന് കോംപ്രമൈസ് ആയിട്ട് ഞാൻ പറയുന്ന പോലെ കേക്ക്. ഓക്കെ? അവളോടൊന്ന് സംസാരിക്കട്ടെ. വാ. ഹലോ, നിങ്ങൾ അകത്തേക്ക് വാ. വാ. നീ നോക്കിയേ, ഞാൻ കാര്യങ്ങളൊക്കെ അവനോട് സംസാരിച്ചിട്ടുണ്ട്. ശരിയെന്നാ പറഞ്ഞേ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നിന്റെ അച്ഛൻ കൊടുത്ത കേസുകൾക്ക് ജീവിതകാലം മുഴുവൻ അവൻ ജയിലിൽ കിടക്കണോ, അതോ ഞാൻ പറയുന്ന പോലെ നീ അനുസരിക്കുന്നോ? പ്ലീസ് സാർ, ഞങ്ങളെ വിട്ടേക്ക്, ഞങ്ങൾ പൊയ്ക്കോളാം. നിന്നെ ഞാൻ വെറുതെ വിടണമെങ്കിൽ ഇന്ന് രാത്രി നീ എന്റെ കൂടെ കഴിയണം. ഒന്നും ചെയ്യില്ലേ സാർ, പ്ലീസ്. സൂര്യ, 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 എന്നെ വിട്ടേക്ക് സാർ. താൻ എവിടെയാ? നിന്റെ ഒരു ബിരിയാണി അവൻ എന്നെ അടിച്ചിട്ട് ആ പെണ്ണിനെ എടുത്തോണ്ട് പോയി. ഒന്നിങ്ങോട്ട് വാടോ.
അവൻ രക്ഷപ്പെട്ട് എവിടെ വരെ പോകും നോക്കാലോ. ഈ പരിസ്ഥിതി തന്നെ എവിടെയെങ്കിലും ഉണ്ടാവും.